വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്നത് പലപ്പോഴും ഒരു കിത്താക്കലിയായി മാറുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള ഇസ്ലാമി പ്രസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞുള്ള ആളുകളുടെയൊക്കെ ഭവനങ്ങളിൽ അവർ വിശുദ്ധ ഖുർആനോടാൻ ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ആ നിലക്കുള്ള ഒരു ബന്ധങ്ങളുമില്ലാത്ത വീടുകളിൽ ബന്ധം പറയുന്നത് മഴപ്പാട്ടുകളും മൗലികകളും ആ രൂപത്തിലുള്ള കീർത്തനങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് അവരതിൽ നിന്നും മാറി സിനിമാ ഗാനങ്ങളിലേക്കും മറ്റുള്ള സംസ്കാരങ്ങളിലേക്കും സമ്പ്രദായങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദികളില്ല. വീടുകളിൽ രാത്രികളിൽ മുഴങ്ങി കേൾക്കേണ്ടത് മഴപ്പാട്ടുകളല്ല, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് വീടുകളിൽ കേൾക്കേണ്ടത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ മാലപ്പാട്ടുകളും മൗലികകളും പാടുന്ന പരിപാടി വെച്ചിട്ട് ഖുർആനിലേക്ക് ഇറങ്ങി വരണം. വിശുദ്ധ ഖുർആൻ പഠിച്ചു തരുന്ന ആശയങ്ങളിലേക്ക് മടങ്ങി വരണം. ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും ആ സന്ദർഭങ്ങളിലുമൊക്കെ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണവും ഹദീസുകളും പ്രാർത്ഥനകളും നിർവഹിക്കണം. അല്ലാത്ത അടിസ്ഥാനരഹിതമായ പാട്ടുകളും കുട്ടിപ്പാട്ടുകളും മട്ടിപ്പാട്ടുകളും പുറത്തിപ്പാട്ടുകളുമൊക്കെ ഒഴിച്ചുകളയണം, അവസാനിപ്പിക്കണം എന്ന് ഈ ജനതയുടെ മുമ്പാകെ ധാരാളം ചെലവഴിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് പറയേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ മാറ്റങ്ങളും. പക്ഷേ എന്നിട്ടും ഈ മാലപ്പാട്ടുകൾ പാടിയിരുന്ന ആളുകളുടെ വീടുകളിൽ നിന്ന് മാല പോയി എന്നതല്ലാതെ അവരും കയറി വന്നത് ആ രൂപത്തിലുള്ള ഇസ്ലാമികമല്ലാത്ത ഈ രൂപത്തിൽ ചാനലുകളിലൂടെ പ്രസരിക്കുന്ന പല സംഗീതങ്ങളും പലതുമായിരുന്നു. അതിനവർ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനമാണത്ര വീടുകളിൽ സിനിമാ ഗാനങ്ങൾ എത്തിയത്. മാലയും കൗരീടുമൊക്കെ ചെറുക്കാണെന്ന് പറഞ്ഞ ആളുകൾക്കാണത്ര ഈ ഉത്തരവാദിത്വം. ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് മാലപ്പാട്ടുകളും മൗലികകളും ഒഴിവാക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്. ആ സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും വരുന്നു എന്ന് ജനങ്ങളെ മദ്രസകളിലെ കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളുടെയും മുന്നിൽ ഒരു ബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ അവസാനിപ്പിച്ചിട്ടില്ല, തുടരുകയാണ്. ഇതാണ് ഇരുട്ട് വരത്തിയ വീടുകളാണ് നമ്മെ കുറിച്ചുള്ള ആരോപണം.